വല്ലാത്ത അസുഖങ്ങൾ ഉണ്ടെന്ന് ഏതു നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ അറിയാമോ? പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ പ്രായമായവര്. വയസ്സാവുന്നതിനാലാവും, അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി വെറുതെ പറയുന്നതാവും എന്നൊക്കെ കരുതി നമ്മൾ തള്ളിക്കളയുന്ന ഇവ ഒരുപക്ഷെ അതിലേറെ സീരിയസ് ആയ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിന്റെ ഭാഗമാവാം. പ്രായമായവരിൽ കാണപ്പെടുന്ന ആൻസൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ തുടങ്ങിയവ രോഗാവസ്ഥയായി പ്രകടമാവുന്ന അവസ്ഥയാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ. ഡോക്ടറെ കാണിച്ചിട്ടും മാറാത്ത പുറംവേദന, തലവേദന, മറ്റ് ശരീരഭാഗങ്ങളിലെ വേദന, വയറുവേദന, ക്ഷീണം, ശ്വാസതടസ്സം, കൂടാതെ അമിതമായ ഉറക്കം അല്ലെങ്കിൽ തീരെ ഉറക്കമില്ലായ്മ, ഭക്ഷണശീലം തുടങ്ങിയവയെല്ലാം ഇതിന്റെ രോഗലക്ഷണങ്ങളായി കാണുന്നു. പലപ്പോഴും ഈ ലക്ഷണങ്ങളെല്ലാം മറ്റ് രോഗങ്ങളുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് അവഗണിക്കപ്പെടാറുണ്ട്. നിങ്ങളുടെ വീട്ടിലെ പ്രായമായവരിൽ ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരെ അവഗണിക്കാതെ ചേർത്ത് പിടിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സൈക്കോസൊമാറ്റിക് ഡിസോർഡർ തന്നെയാണോ എന്ന് ഒരു ഡോക്ടറുടെ സഹായത്തോടെ മനസ്സിലാക്കുക. കൂടാതെ അവരുടെ പ്രശ്നങ്ങൾ അംഗീകരിച്ച് പെരുമാറുക, തുറന്നു പറയാൻ അനുവദിക്കുക. സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടി യോഗയോ മെഡിറ്റേഷനോ ശീലമാക്കാൻ പ്രാപ്തരാക്കുക. ആവശ്യമെങ്കിൽ സൈക്കോതെറാപ്പിയും കൗൺസിലിംഗും നൽകുക. ഒറ്റപ്പെടുത്താതെ പ്രോത്സാഹനവും പിന്തുണയും നൽകി അവരെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കുക. നമ്മുടെ മുതിർന്നവരെ നമുക്ക് തന്നെ സ്നേഹിക്കാം, സംരക്ഷിക്കാം.